കഥ തുടങ്ങുകയാണ്. കഥ നമ്മളിവിടെ പറഞ്ഞെടുത്ത ചേച്ചിയാ ഒരു ദിവസം 3 പണി അല്ലേ. അതായത് മൃഗാശുപത്രിയിലെ കമൗണ്ടർ, അത് കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയിൽ പോക്ക്, അങ്ങനെ പിന്നെ ഞാൻ STD ബൂത്തിൽ വൈകുന്നേരം 7 മണിക്ക് ശേഷം പാറക്കല്ലെങ്കിൽ STD ബൂത്തിലും കയറി. അങ്ങനെ ഒരു 3 മാസം ആയപ്പോൾ നമ്മൾ ചടച്ച് ആകെ എന്താ പറയാ തൈമാനായി കൂടി. അതോട് കൂടിയിട്ട് നമ്മൾ STD ബൂത്ത് ഒഴിവാക്കി. കാരണം വെച്ചാൽ 100 രൂപയ്ക്ക് 10 രൂപ, 100 രൂപയ്ക്ക് ആരെങ്കിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ 10 രൂപ എനിക്ക് അന്ന് കിട്ടുക. അങ്ങനെ പിന്നെ ഞാനത് ഒഴിവാക്കിയിട്ട് പിന്നെ വീണ്ടും ഇത് രണ്ടും തന്നെ പോയി. അതിലിടക്കാണ് വെല്ലിപ്പാന്റെ മരണം ഉണ്ടായത്. അള്ളാഹു വെല്ലിപ്പാന്റെ കപടം വിശാലാക്കട്ടെ. കാരണം പാവാണ്, നല്ല ഒരു ചങ്ക തന്നെ ഇത്. ഭയങ്കര സങ്കടം വെല്ലിപ്പാൻ ആലോചിക്കുമ്പോൾ. പറവന്നൂര് എന്നിങ്ങനെ പോയി പന്തലിക്ക് എന്താണ് സോഡ ഉണ്ട കൊടുക്കലും അങ്ങനൊക്കെ കൂടി ആയിട്ട് ആ സെറിൻ പറവന്നൂരിന്റെ ക്ലബ്ബുണ്ട്. ആ ക്ലബിന്റെ ജേഴ്സി മൊത്തം നമ്മൾ തിരുമ്പല്. തിരുമ്പിയാൽ നമ്മളെന്ത് ചെയ്യും, എവിടെ കളി ഉണ്ടെങ്കിലും അവർ ജീപ്പിൽ കൊണ്ടുപോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനൊക്കെ കൂടി ചാടിയിട്ട് അങ്ങനെ പറവന്നൂർ എന്നുള്ള നാടിനെ അങ്ങനെയാണ് സ്നേഹിച്ച് ഇപ്പോഴും ഭയങ്കര ഇവിടെ ഇട്ടനെഞ്ചിലാണ് പറവന്നൂർ അങ്ങാടിയും പാടത്തപ്പീടിയൊക്കെ കേട്ടോ. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു. എന്താണെന്നറിയോ, ഈ ഞാൻ മൃഗാശുപത്രിയിൽ കമൗണ്ടറായി നിൽക്കുമ്പോൾ തന്നെ ഇന്ന അവിടുത്തെ സാറ്, അതായത് ഡോക്ടർ, ഇന്ന എന്താണ് കടുങ്ങാത്തുണ്ടിലെ വിക്ടറി കോളേജ് ഉണ്ട്, ഗോപി മാസ്റ്റർ എടുത്ത് കൊണ്ടുപോയിട്ട് ചേർത്ത് 7-8 മാസത്തോളം പഠിച്ച്. പക്ഷെ എന്താ സംഭവിച്ചു വെച്ചാൽ എന്താണ്, എനിക്ക് 18 വയസ്സാവാത്തതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക SLC എഴുതാൻ പറ്റൂല. അതിനെ എഴുതണം എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പേപ്പർ വിടണമെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഒരു ചിഞ്ചിനാക്കിനായി. പക്ഷെ സംഭവം തന്നീന്. അതിലുപരി എന്നെ കൊണ്ട് അവസാനം എന്ത് ചെയ്ത്, എന്നാലും മണ്ടിൽ 7ാം ക്ലാസ്സും കുസ്തിയുള്ള സംഗതികളുണ്ട്. അതിനൊക്കെ എന്നെ കൊണ്ട് 2 PSC മൂപ്പരാളെ എഴുതിപ്പിച്ച്. ഞാൻ 2 PSC എഴുതിയ ആളാണ് ഞങ്ങളെ ആയുർവേദിക് ഡിസ്പെൻസറിക്കും അവർക്കുമ്പോഴൊക്കെ ഞാൻ PSC എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ സംഗതികൾ ഞാൻ ചെയ്ത് ഒന്നും സക്സസ് അല്ലാന്ന് തോന്നി.